2023 പുറത്തിറങ്ങിയ കേരള മൈഗ്രേഷൻ സർവേ പ്രകാരം 2.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് പഠനത്തിനായിട്ട്. അങ്ങനെ യുവാക്കളെല്ലാം കേരളം വിടുന്നു എന്ന് പറയുന്ന വളരെ ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. കൃത്യമായിട്ടുള്ള തൊഴിൽ നൽകാനായിട്ട് ഇവിടെ സാധിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് ഒരു കാരണമാണ്. പിന്നെ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനോ അതിനോട് യാതൊരു തരത്തിലുമുള്ള താല്പര്യം പല യുവാക്കൾക്കും അല്ലെങ്കിൽ യുവജനങ്ങൾക്കില്ല എന്ന് പറയുന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ ഒരു വസ്തുതയുടെയൊക്കെ ഒരു അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ യഥാർത്ഥത്തിൽ സോനം വാങ്ചുങ്ങിൻ്റെ CJP സമരത്തിൻ്റെ മുൻനിര പോരാളിയായിരുന്നു. അനിശ്ചിതകാല നിരാഹാര സമരം കിടക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഭരണകൂടത്തെ കീഴ്പ്പെടുത്തി എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീടാണ് രാഹുൽ ഗാന്ധി പോലും ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അദ്ദേഹം ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ്. ഒരു ഓൾട്ടർനേറ്റീവ് വിദ്യാഭ്യാസ സമ്പ്രദായം ആരംഭിച്ച അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും തുടങ്ങിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഗീതാഞ്ജലി ആങ്മോവും ആ ഒരു സമാനമായ ജീവിത രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ നിലപാടുകൾ വളരെ വ്യത്യസ്തമാണ്, വിഭിന്നമാണ്, ഗഹനമാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചില ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, എല്ലാ ഇടങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമ്മളത് പല ഗസ്റ്റുകളോട് അവരുടേതായിട്ടുള്ള അഭിപ്രായം ഈ വിഷയത്തിൽ ചോദിച്ചതാണ്. അതുകൊണ്ട് താങ്കളോട് ചോദിക്കുകയാണ്. നമ്മളിതുവരെ ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഗീതാഞ്ജലി ആങ്മോ പറയുന്നത് അവർ BJP-കാരിയല്ല, കോൺഗ്രസ്സുകാരിയല്ല, കമ്മ്യൂണിസ്റ്റുകാരിയല്ല, ഇടതുപക്ഷമല്ല, വലതുപക്ഷമല്ല, സോഷ്യലിസ്റ്റ് അല്ല, ക്യാപിറ്റലിസ്റ്റ് അല്ല, ലിബറൽ അല്ല, എന്നാൽ ഇതെല്ലാമാണ് ഞാൻ, ഇതിനപ്പുറമാണ് ഞാൻ. ഇതൊക്കെ ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റികളൊക്കെ, ഞാൻ ഹിന്ദു അല്ല, മുസൽമാൻ അല്ല, ക്രിസ്ത്യൻ അല്ല, ഇത്തരത്തിലുള്ള നിർമ്മിക്കപ്പെട്ടുള്ള മനുഷ്യൻ നിർമ്മിച്ച ഇത്തരം ഐഡൻറ്റിറ്റികളിൽ നമ്മൾ ഒതുങ്ങുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ മനുഷ്യത്വത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നത്. അവർ പറയുന്നുണ്ട്, അവരുടെ ഡീപ്പസ്റ്റ് ഐഡൻറ്റിറ്റി ഈസ് നോട്ട് പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് ഓർ ഐഡിയോളജിക്കൽ, ഇറ്റ് ഈസ് കോൺഷ്യസ്നസ് ഇറ്റ് സെൽഫ് എന്നാണ് അവർ പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങ് എങ്ങനെയാണ് ഇതിനെ വായിച്ചെടുക്കുന്നത്? ഞാനിതിനെ വായിച്ചെടുക്കുന്നത്, ഇപ്പം നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഡൽഹിയിലെ CJP-യുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്, വിദ്യാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ആ സമരത്തിൻ്റെ ധാർമ്മിക പിന്തുണ അല്ലെ ആ സമരത്തെ മുന്നോട്ട് നയിച്ച ശക്തി എന്ന് പറയുന്നത് ഇവരുടെ ഭർത്താവായ ശ്രീ സോനം വാങ്ചുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരാഹാര സമരം പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറുപ്പക്കാർ രംഗത്ത് വന്നിരിക്കുന്ന എല്ലാ സമരങ്ങളിലും ഇതുപോലെ ഒരു മോറൽ ലീഡർഷിപ്പ് കൊടുക്കാനായിട്ട് ചിലർ വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം തന്നെ നമ്മുടെ ആം ആദ്മി കേജ്രിവാളിൻ്റെ സമരത്തിന് നേതൃത്വം കൊടുക്കുക, ആം ആദ്മിയുടെ സമരത്തിന് അത് കൊടുത്ത അണ്ണാ ഹസാരെ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. 77 അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ജനതാ പാർട്ടിയുടെ ജയപ്രകാശ് നാരായണൻ അന്നത്തെ സമരത്തിന് നേതൃത്വം കൊടുത്തു. അതുപോലെ സോനം വാങ്ചുക്ക് ഡൽഹിയിലെ സമരത്തിൽ പറയുന്നു. അപ്പം പലരും ഇവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് വിദേശ ഫണ്ടഡാണ്, മോഡിയുടെ പൈസ മേടിച്ചുകൊണ്ടാണ്, അല്ലെ കമ്മ്യൂണിസ്റ്റ് ചാരന്മാരാണ്, മുസ്ലിം തീവ്രവാദികളുടെ സപ്പോർട്ടുണ്ട്, ഇങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നെഗറ്റീവ്സ് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അതിനെല്ലാം ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ ആരാണ് ഈ സമരം നടത്തുന്നത് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല, ഇന്ന സംഘടനയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറിച്ച് അത് ഓരോ വ്യക്തിയുടെയും സമരത്തിൽ പങ്കെടുക്കുന്നവൻ്റെ മനസാക്ഷി അതവർ ആഞ്ഞു പറയുകയാണ്. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയാണ്. വേറെ ഒത്തിരി ഐഡൻറ്റിറ്റി നമുക്ക് പറയാം, ഹിന്ദു ഐഡൻറ്റിറ്റി, ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, അല്ലെങ്കിൽ കേരള ഐഡൻറ്റിറ്റി, തമിഴ്നാട് ഐഡൻറ്റിറ്റി, ഇങ്ങനെ ഓരോ ഐഡൻറ്റിറ്റി നമുക്ക് പറയാം, ജാതീയ ഐഡൻറ്റിറ്റി പറയാം. പക്ഷേ എന്നെ സ്വാധീനിച്ചിരിക്കുന്നത് ഞാനിതൊന്നുമല്ല, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ മനസാക്ഷിയാണ്. ഞാൻ കാണുന്ന സംഭവങ്ങളോട് പ്രതികരിക്കുന്നത് എനിക്ക് മനസാക്ഷിക്ക് അനുകൂലമായിട്ടാണ് പ്രതികരിക്കുന്നത്. അങ്ങനെ ഒരു പ്രതികരണമാണ് അവർ ഇപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ നടപടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ സമരത്തിൻ്റെ തുടക്കം പല സമരങ്ങളും പരാജയപ്പെടുന്നതിൻ്റെ കാര്യം ഈ മനസാക്ഷിയുടെ കമ്മിറ്റ്മെൻറ്റ്, ആ ഐഡൻറ്റിറ്റി ഇല്ലാത്ത ഒരു സമരത്തിന് പങ്കെടുക്കുകയും സമരത്തിൽ നേതൃത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ദേ ക്യാൻ ബി പർച്ചേസ്ഡ്, അവരെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നവരായിട്ട് ഇവർ ക്രമത്തിൽ മാറും. പക്ഷേ കമ്മിറ്റ്മെൻറ്റോടുകൂടി സ്വന്തം മനസാക്ഷിയുടെ പ്രേരണയോടുകൂടി ഒരു സമരരംഗത്തേക്കോ രാഷ്ട്രീയത്തിലേക്കോ ലീഡർഷിപ്പിലേക്കോ വന്ന ഒരാൾ അങ്ങനെ വഴങ്ങിയില്ല. ഇതേവരെ ഗീതാഞ്ജലി എന്നല്ലേ അവരുടെ പേര്, ഗീതാഞ്ജലി വാങ്ചുക്ക് എന്തുകൊണ്ട് അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് നടത്തേണ്ടി വന്നു? അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഗീതാഞ്ജലി വാങ്ചുക്കിന് അങ്ങനെ എത്രയോ നേതാക്കന്മാർ, മഹിളാ നേതാക്കന്മാർ, ആനി രാജയുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, അങ്ങനെ കേരളത്തിലൊക്കെ ഒത്തിരി നേതാക്കന്മാർ, ഇന്ത്യയിലെ നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാരുണ്ട്. അവർക്കാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഭർത്താവിൻ്റെ നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് മോറൽ
സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവർ വടിയും കൊട്ടുകൂടിയായിട്ട് വഴിയിലേക്ക് വന്നില്ല. കല്ലെറിയാൻ വന്നില്ല ബസ്സിന്, പോലീസുകാരൻ്റെ കോളറക്കറി പിടിക്കാൻ വന്നില്ല. പക്ഷേ അവരുടെ നിലപാട്, അവരുടെ മനസാക്ഷി ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടതായിരുന്നു. ഇപ്പോൾ പലരും നിലപാടുകളെ കുറിച്ച് പറയും, പക്ഷെ അവർക്ക് മനസാക്ഷി കാണിയല്ല. അല്ല, ഈ CJP സമരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവർക്ക് നിരവധി താല്പര്യങ്ങളുണ്ട്. ചിലവർ കൃത്യമായിട്ട് ആ കോഴ്സിന് വേണ്ടിയിട്ട് നിലയുറച്ചവരാണ്. നീറ്റ് ചോദ്യപേപ്പറിൽ ആത്മഹത്യ ചെയ്ത നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് അവരുടെ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഭദ്രത സർക്കാർ ഉറപ്പുവരുത്തണം. അതിന് ഉത്തരവാദികളായ ആളുകൾ, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. വരും ഭാവിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകരുത്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു CJP സമരത്തിൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത്. ആ അജണ്ട ഒക്കെ ഇപ്പം നിന്നവരുണ്ട്. പക്ഷെ മറ്റു ചിലർ എന്ന് പറയുന്നത് ഇവരെ സഹായിക്കാൻ കടന്നുകൂടി. മോദിയെ കൊല്ലണം, പാർലമെന്റ് കത്തിക്കണം, പീരങ്കി വെച്ച് തകർക്കണം എന്ന് പറയുന്ന ചിന്തയോടുകൂടി, അല്ലെങ്കിൽ മോദിയുടെ അമ്മയെ ചീത്ത വിളിക്കുക, ഈ ഒരു ആഗ്രഹത്തോടു കൂടി അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന ആളുകളുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള നിരവധി ആളുകളെയാണ് അറസ്റ്റ് ചെയ്തത് പോലീസ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറേയധികം ആളുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുത്തിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഉമർ ഖാലിദിനെ ഫ്രീ ഉമർ ഖാലിദ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർന്നു. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം. അതെ, അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ വന്നു. പക്ഷേ എങ്കിലും ആ സമരം പൊളിയൊന്നും ചെയ്തില്ല. അത് വിജയകരമായിട്ട് മുമ്പോട്ട് പോയി. അത് അവരുടെ ദൗത്യം അവർ പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. നമ്മളിതിനെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് വായിക്കേണ്ടത്, ഇവർ ഈ പറഞ്ഞതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടി പശ്ചാത്തലത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ വായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഗീതാഞ്ജലി വാങ്മേ ഉദ്ദേശിക്കുന്നത് നമുക്ക് പൂർണ്ണ രീതിയിൽ മനസ്സിലാവുകയുള്ളൂ. അതിനു മുമ്പ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ വാങ്ചുങ് വാസ് ഡീറ്റെയിൻഡ് ദ BJP IT സെൽ കോൾഡ് എസ് ആൻറ്റി നാഷണൽ. നമ്മളെ രാജ്യവിരുദ്ധരെന്ന് BJP ആൾക്കാർ IT സെല്ല് നമ്മളെ വിളിച്ചു, ചൈനീസ് ഏജൻസ് എന്ന് വിളിച്ചു. നമ്മൾ വിദേശത്തിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ പരിപാടി സമരത്തിൻ്റെ ഭാഗമാകുന്നത് എന്ന് അവർ പറഞ്ഞു. അനേകം ലേബലുകൾ അവർ നമുക്ക് ചാർത്തി തന്നു. ടുഡേ, ഇന്ന്, ബിക്കോസ് വി കോൾഡ് ദ കോൺഗ്രസ് പ്രൊട്ടസ്റ്റ് അറ്റ് PM's റെസിഡൻസ് ഇൻസിൻസിയർ. കോൺഗ്രസ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ വീട്ടിന് മുമ്പൊക്കെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് ട്രോൾസ് ആർ കോളിംഗ് അസ് സംഘീസ്. കോൺഗ്രസിലെ ട്രോൾ നിർമ്മാതാക്കൾ ഞങ്ങളെ സംഘി എന്ന് വിളിക്കുന്നു, RSS എന്ന് വിളിക്കുന്നു, BJP സ്റ്റൂഡ്സ് എന്ന് വിളിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നത് നോക്കൂ, എന്താണ് ഇവിടെ വ്യത്യാസം? ഡിഫറെൻറ്റ് ഫ്ലാഗ്സ് സെയിം പ്ലേ ബുക്ക്. കൊടികൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. രണ്ടു പേരുടെയും മനഃശാസ്ത്രം ഒന്ന് തന്നെയാണ്, സെയിം പ്ലേ ബുക്ക്. ദ റോട്ട് ഹാസ് ഇൻഫെക്റ്റഡ് അവർ എൻറ്റയർ പൊളിറ്റിക്കൽ കൾച്ചർ. ഈ ഒരു മാലിന്യം, അല്ലെങ്കിൽ ഇത് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മുഴുവൻ കടന്നുകൂടിയിരിക്കുകയാണ്, അല്ലെങ്കിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യ നീഡ്സ് മോർ ദാൻ ജസ്റ്റ് എ ചേഞ്ച് ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നതിനപ്പുറം ഇന്ത്യ ഇറ്റ് നീഡ്സ് എ ചേഞ്ച് ഇൻ ദ വെരി ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ്. രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ അടിമുടി മാറ്റമാണ് ഇന്ത്യക്ക് ആവശ്യം, വെറും ഗവൺമെൻറ്റിനെ താഴെ ഇറക്കൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഗവൺമെൻറ് വരുമ്പോഴും ഇതേ സ്വഭാവം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. അതെ, ഇറ്റ് നീഡ്സ് എ ചേഞ്ച് ഇൻ ദ വെരി ഗ്രാമർ ഓഫ് പൊളിറ്റിക്സ് വെൻ ഡിസഗ്രിമെൻറ്റ് ഈസ് മെറ്റ് വിത്ത് ഡയലോഗ്, നോട്ട് ഡിമണൈസേഷൻ, വെർ പാട്രിയോട്ടിസം ഈസ് മെഷേർഡ് ബൈ ഇൻറ്റഗ്രിറ്റി, നോട്ട് പാർട്ടി അഫിലിയേഷൻ, ആൻഡ് വെർ ട്രൂത്ത് മാറ്റേഴ്സ് മോർ ദാൻ ട്രൈബൽ ലോയലിറ്റി. അവരവിടെ മുൻതൂക്കം കൊടുക്കുന്നത് സത്യത്തിനാണ്. നിങ്ങൾ കോൺഗ്രസ്സുകാരിയാണെന്നോ BJPക്കാരിയാണെന്നോ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ ക്യാപിറ്റലിസ്റ്റ് ആണെന്നോ ലിബറൽ ആണെന്നോ സോഷ്യലിസ്റ്റ് ആണെന്നോ ഹിന്ദു ആണെന്നോ മുസൽമാനാണെന്നോ ക്രിസ്ത്യനാണെന്നോ ഒന്നുമല്ല, അവരവിടെ പ്രാധാന്യം കൊടുക്കുന്നത് സത്യത്തിനാണ്. എല്ലാ അർത്ഥത്തിലും ഒരു ഗാന്ധിയൻ കൺസെപ്റ്റ്, സത്യം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഈ ഒരു കാര്യത്തെ, നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ, ഇതിന് രണ്ടിനെയും നോക്കിയിട്ട് വേണം വായിക്കാൻ, മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗൗതം പറഞ്ഞത് ഈ രണ്ട് കാഴ്ചപ്പാടാണ്. ഒന്ന്, അവരുടെ നിലപാട് എന്താണെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ മനസാക്ഷിയുടെ അയാൾ ഞാൻ നയിക്കപ്പെടുന്നു, എനിക്ക് വെളിച്ചം കാട്ടിത്തരുന്നത് എൻ്റെ മനസാക്ഷി തന്നെയാണ്. പിന്നെ രണ്ട്, സാഹചര്യങ്ങൾ, പുറത്തെ ഔട്ട്സൈഡ് സാഹചര്യങ്ങൾ പറയുന്നു. ഈ സമരം എങ്ങനെയാണ്, ഓരോരുത്തരും പങ്കെടുക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഇൻഫിൽട്രേറ്റ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കണം. ഇപ്പം ഇതേ അനുഭവം പല സംഘടനകൾക്കും, ഇതുപോലെ സമരത്തിന് പോയ എല്ലാ സംഘടനകൾക്കും ഉണ്ടായിട്ടുണ്ട്. അൺഡിസൈറബിൾ ആയിട്ടുള്ള
സംഘടനകളോ വ്യക്തികളോ ഇതിൻ്റെ അകത്ത് നമ്മളെ സഹായിക്കാനായിട്ടാണ് കടന്നുകൂടുന്നത്. നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യം ആദ്യം അവർ ഏറ്റു വിളിക്കും. ഭാരതമാത കീ ചെയ്യുന്ന 100 പ്രാവശ്യം വിളിച്ചിട്ട് 5-ാമത്തെ പ്രാവശ്യം നേരെ വിളിക്കും ഭാരതമാത മുർദാബാദ്. നമ്മളറിയില്ല. അവസാനം ഇവർ ശബ്ദശക്തിയിൽ ഇവർ മറ്റുള്ളവരെ കീഴടക്കുകയും ഇവരുടേതാക്കിയ പ്രക്ഷോഭങ്ങളെ മാറ്റുകയും ചെയ്യും. അപ്പോൾ ഇവർ പറഞ്ഞില്ലേ, ഒരു അക്രമത്തിൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ എന്താ ട്രൂത്ത് പ്രിവെയിൽ ചെയ്യണം. അവരൊറ്റ കൺസേഷൻ. ആ ട്രൂത്ത് പ്രിവെയിൽ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ കറപ്ഷൻ സ്കോപ്പില്ല. ഒരു തരത്തിലുള്ള കറപ്ഷൻ സ്കോപ്പില്ല, വിവേചനത്തിന് സ്കോപ്പില്ല. എന്തിനാണ് വിവേചനം ഉണ്ടാകുന്നത്? പിന്നെ 2, ഈ കേരളത്തിലാണ് അല്ലെങ്കിൽ ഇതേ സാഹചര്യം നിലവിലുണ്ടല്ലേ. 2 പശ്ചാത്തലം നോക്കണം. വാങ്ചുക്ക് അവിടെ ടേക്കപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗീതാഞ്ജലി ടേക്കപ്പ് ചെയ്യുന്ന ഇഷ്യൂവും അത് സെയിം ഇവിടെയുണ്ട്. ഇവിടെ അങ്ങനെ ടേക്കപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഇതിനപ്പുറം സാറ് പറഞ്ഞതിനപ്പുറം ഇതിനെ വായിക്കേണ്ടത് മറ്റൊരുണ്ട്. നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ഒരു അടിമത്ത ബോധം അറിയാതെയോ അറിഞ്ഞോ പിടിമുറുക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, ആ മതത്തിൻ്റെ തെറ്റായ സമീപനങ്ങളെ, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയിലെ ഏത് നേതാവായിക്കോട്ടെ, നരേന്ദ്രമോദി ആയിക്കോട്ടെ, രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആയിക്കോട്ടെ, ഞാൻ ഏതിലാണോ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണോ അടിമപ്പെട്ടിരിക്കുന്നത്, ആ അടിമപ്പെട്ടിരിക്കുന്നതിലെ പുഴുക്കുത്തുകളെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ പെട്ടുപോകുന്നുണ്ട്. ഇപ്പം കടുത്ത മതവാദിയായിട്ടുള്ള ഒരാൾക്ക് ആ മതത്തിലെ പുഴുക്കുത്തുകളെ അല്ലെങ്കിൽ അതിലെ മതനേതാക്കളുടെ തോന്നിയവാസങ്ങളെ, വൃത്തികേടുകളെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമായിരിക്കാം, അല്ലെങ്കിൽ അയാളത് സ്വയം തിരിച്ചറിയുന്നില്ല എന്നുള്ളതായിരിക്കാം. ഇത് അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന അവർ സൂചിപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പരമമായിട്ടുള്ള ബോധം, കോൺഷ്യസ്നസ്, അതിൽ നിന്ന് നമ്മൾ അതിനെ മറന്നുകൊണ്ട് നമ്മളെ ഈ ബക്കറ്റുകളിൽ ഈ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മതം, ജാതി അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന ഐഡൻറ്റിറ്റികളിൽ, തുരുത്തുകളിൽ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ കൺസേൺ. അങ്ങനെ തുരുത്തിൽ അകപ്പെട്ടു പോകാതിരിക്കുക എന്നാണ് ഇവർ അടിസ്ഥാനപരമായിട്ട് പറയുന്നത്. അതാണല്ലോ പറയുന്നത്. ആ ഐഡൻറ്റിറ്റി പൊളിക്കണം, ആ കൺസെപ്റ്റ് തകരണമെങ്കിൽ ഇവിടെ 2 തരത്തിലാണ് മനുഷ്യനെ സ്വാധീനിക്കുന്നത്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ തന്നെ അടിമ സ്വഭാവത്തോടുകൂടി ഒരു നേതാവിനെയോ പാർട്ടിയോ പ്രത്യേക ശാസ്ത്രജ്ഞ നമ്മൾ അതിൻ്റെ പുറകെ പോവുക. 2, ബാൻഡ് വാഗൺ സൈക്കോളജി എന്ന് പറയും. ഒരു ബസ് നിർത്തിയിരിക്കുക, എല്ലാവരും കയറുന്നു, എന്നാൽ എന്താണെന്ന് നോക്കിയിട്ട് ഞാൻ ചെന്ന് കയറുക. എനിക്ക് കയറണം ഉദ്ദേശമില്ല, പക്ഷേ എല്ലാവരും പോകുന്ന സ്ഥലത്തേക്ക് എനിക്കും പോകാനൊരു ടെൻഡൻസി ഉണ്ട്. ട്രെൻഡ് എന്നൊക്കെ പറയും തിരഞ്ഞെടുപ്പിൽ. അത് ആ ബാൻഡ് വാഗൺ സൈക്കോളജിയിൽ പിന്തുടരുന്നവരുണ്ട്. ആദ്യത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഐഡിയോളജി ഉണ്ട്, അവരത് കമ്മിറ്റഡാണ്, അവർക്ക് പ്രശ്നമല്ല. അവർക്ക് പ്രശ്നം അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഫിലോസഫിയാണ്. എന്ത് തെറ്റും ചെയ്യും, അത് മതമാണേലും രാഷ്ട്രീയമാണേലും. മറിച്ച് രണ്ടാമത് കൂടിയവർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒത്തിരി പേരുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ അടിമകളാണെന്ന് പോലും അവർക്ക് അറിയത്തില്ല. അടിമകളാണെന്ന് പോലും ബാൻഡ് വാഗൺ മറ്റുള്ള മുമ്പേ പോകുന്നതിൻ്റെ പുറകെ കയറി പോവുക. അപ്പോൾ ഈ കൺസെപ്റ്റ് തകർക്കാതെ, ഈ നരേഷൻ തകർക്കാതെ സ്വതന്ത്രമായി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അതിനെ കറക്റ്റ് ചെയ്യാനാണ് നോക്കുന്നത് നിങ്ങൾ. അപ്പോഴവർ ആദ്യം ഫസ്റ്റ് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, മനസാക്ഷിയുടെ കാര്യം അവർ പറയുന്നുണ്ട്. അത് നമുക്കും ആ രീതിയിൽ നോക്കേണ്ടി വരും. ആ മനസാക്ഷിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ ഇത് പലതും നടക്കും. ഇപ്പം ആം ആദ്മിയുടെ സമരത്തിൽ ബാബ രാംദേവ്, അരുൺ നെഹ്റു, കിരൺ ബേഡി ഇവരൊക്കെ അറിയപ്പെടുന്നവരാണ്. ഇവരെല്ലാം പക്ഷേ പിന്നെ ചെന്ന് ചാടിത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടികളിലേക്കാണ്, ഓരോ പാർട്ടികളിലേക്കാണ് ചെന്ന് ചാടുന്നത്. മറ്റൊരാൾ ആയുർവേദ മരുന്നിൻ്റെ ബിസിനസ്സുമായിട്ട് പോയി. ഇവർക്ക് അന്നത്തെ മുദ്രാവാക്യത്തോടോ അഴിമതി വിരുദ്ധതയോ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഇപ്പോൾ ഈ കൂട്ടത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ വന്നിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന, അല്ലെങ്കിൽ മോഡിയെ ചലഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ചലഞ്ച് ചെയ്യണം, നക്സലൈറ്റുകളെ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവരുടെ ഉദ്ദേശം മറ്റൊന്നാണ്. അതാണ് താങ്കൾ ആദ്യം പറഞ്ഞത്. ഈ ബാൻഡ് വാഗൺ പറയുന്ന അടിമകളെപ്പോലെ കുറേ ആൾക്കാരോടെ വരും. ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ അവരെ നിയന്ത്രിക്കുന്ന, റിമോട്ട് കൊണ്ട് നിയന്ത്രിക്കുന്ന പുറത്തുള്ളവരാണ് അവർ എഴുതി കൊടുക്കുന്ന മുദ്രാവാക്യം. ഇപ്പോൾ നമ്മൾ ഭംഗിവാക്യം പറഞ്ഞ കാപ്സ്യൂള്, അതിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി പറയാത്തേ ഉള്ളൂ. യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇവർ വിളിക്കുന്ന മുദ്രാവാക്യത്തിലൊക്കെ ഇതിനോടുമില്ല. അവിടെയാണ് ആ പിള്ളേരുടെ സമരം ഉറപ്പായിട്ട് ഞാൻ വിചാരിക്കുന്നു ഗീതാഞ്ജലി വാങ്ങിച്ചോ അല്ലെ വാങ്ങിച്ചോ ഇല്ലായിരുന്നെങ്കിൽ, അവരതിന് ആ ലീഡർഷിപ്പ് കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് ഇവർ ഹൈജാക്ക് ചെയ്യുമായിരുന്നു. ആര് ഹൈജാക്ക് ചെയ്യും? ഏതെങ്കിലും തീവ്രവാദ വിഭാഗം, നക്സലൈറ്റുകളാകാം, ഇസ്ലാമിസ്റ്റ് തീവ്രവാദം, ആരും ഹൈജാക്ക് ചെയ്യുമായിരുന്നു. അതിനവർ ഇവരുടെ സഹായം ആവശ്യമുള്ളപ്പോഴെല്ലാം പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ സഹായം എത്തിച്ചു കൊടുത്തു കാണും. അതുകൊണ്ടാണ് പറയുന്നത് കാശ് കൊടുത്തിട്ടാണ് നടത്താൻ പോകുന്നത്. സഹായം കൊടുക്കും, ഇപ്പോഴും ആരോപണമുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സജഷനാണ്
ഗീതാഞ്ജലി വാങ്ചുക്കിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്.